മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു സ്നാക്ക് തന്നെയാണല്ലേ പഴംപൊരി. അപ്പോൾ പഴംപൊരി നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശമാവോ അല്ലെങ്കിൽ അപ്പസോഡയോ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല വീർത്തിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് ഒരു കപ്പ്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചൂട് കൂടി പോകരുത് കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ ഇത് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരുമ്പോൾ ലൂസായി വരും. നമുക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ടും അതുപോലെ ചില അരിപ്പൊടിക്ക് ഒരുപാട് വെള്ളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒരു 2/4 കപ്പോ അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വെള്ളം ചേർത്താൽ മതി കേട്ടോ, കാരണം ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരുമ്പോൾ കുറച്ചൊരു ലൂസായിട്ട് വരും മാവ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അരമണിക്കൂറിൽ കുറയാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല. ഇനി അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം എടുത്തിട്ടുണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഒരു പഴത്തിന് ഞാനിവിടെ 3 കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3-4 ഒക്കെ ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മാവ് ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ എടുത്താൽ മതി. ഇനി പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം ഇനി കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ആയിട്ടുള്ള പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ദോശമാവും അപ്പസോഡയും ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഇട്ടാലും പഴംപൊരി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.